എടാ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എടാ ഇത് സത്യം പറഞ്ഞാൽ ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾ എന്തായി പറയുന്നത് അത്ര സിമ്പിൾ അല്ലല്ലോ, പാടാണെന്നല്ലേ. എടാ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്ക്. ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. വളരെ കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. ഇവിടെ നോക്ക്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ ആദ്യം കണ്ടിന്യൂറ്റി പറയും, അത് കഴിഞ്ഞ് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി പറയും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റിയിലേക്ക് തുടങ്ങുവാണ്. ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, ശ്രദ്ധിച്ചോളണം. ഒന്ന് ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. രണ്ട് നമുക്ക് ലിമിറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. എന്താണ്? ലിമിറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഗ്രാഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു ഗ്രാഫ് തന്നു, ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് ഒരു ഗ്രാഫ് തന്നു, ഏതെങ്കിലും ഒരു ഗ്രാഫ് തന്നു, ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നു. ഈ ഗ്രാഫ് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രാഫ് കൈ എടുക്കാതെ നിങ്ങൾക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആണ്. നോക്കിയേ, ഈ ഗ്രാഫ് ഇവിടുന്ന് തുടങ്ങി എനിക്ക് കൈ എടുക്കാതെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ഗ്രാഫ് തരുവാണ്. ഈ ഗ്രാഫ് നിങ്ങൾക്ക് കൈ എടുക്കാതെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്ക്. കൈ എടുക്കാതെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഇവിടെ വന്ന് ഇവിടെ നിന്നു, പിന്നെ ദേ ഇവിടുന്ന് തുടങ്ങുന്നത്. അപ്പോൾ ഇത് കൈ എടുക്കാതെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല, അപ്പോൾ ഇത് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഒരു ഗ്രാഫ് നോക്കേണ്ടത്, ഒരു ഗ്രാഫ് കണ്ടിന്യൂസ് ആണോ എന്ന് പറഞ്ഞാൽ ഇത് മോഡ് എക്സിൻ്റെ ഗ്രാഫാണ്, ഇത് കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് നമുക്ക് കൈ എടുക്കാതെ വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെയാണ് ഗ്രാഫ് നോക്കി കണ്ടിന്യൂസ് ആണോ അല്ലോ എന്ന് പറയേണ്ടത്. വളരെ സിമ്പിൾ ഒരു കാര്യം കേട്ടല്ലോ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോളണം. ലിമിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് ലിമിറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഈ പോയിന്റിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ സിയുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും സിയുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും സിയിലെ ഫംഗ്ഷനും ഈക്വൽ ആവണം. എന്താണ്? സിയുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും സിയുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും സിയിലെ ഫംഗ്ഷനും ഈക്വൽ ആവണം. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് കേട്ടല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട്. ചില ഫംഗ്ഷനുകൾ കണ്ടിന്യൂസ് ആണ്. അതായത് നോക്കിയേ, എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. എന്താണ് പോളിനോമിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? x² + 5x - 8. എടാ ഇങ്ങനെ ഓരോ ടേംസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കണക്ട് ചെയ്ത് എഴുതി പോയാൽ, ഇപ്പോൾ നോക്കിയേ 9x² + 8x - 3, x², x³ x⁻⁴, എക്സോ നമ്പറോ ഇതൊക്കെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് കണക്ട് ചെയ്ത് പോയാൽ അതിനെ പോളിനോമിയൽ എന്ന് വിളിക്കും. എല്ലാ പോളിനോമിയലുകളും കണ്ടിന്യൂസ് ആണ്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളും കണ്ടിന്യൂസ് ആണ്. ഏതാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ എന്ന് പറഞ്ഞാൽ? സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, കോട്ട് എക്സ്, ഇവരെല്ലാവരും കണ്ടിന്യൂസ് ആണ്. അടുത്തത് പിന്നെ ഏതാണ്? ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകൾ. എന്താണ്? എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനുകളും കണ്ടിന്യൂസ് ആണ്. അതേതാണ്? സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, ഇവരെല്ലാവരും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇവരെല്ലാം കണ്ടിന്യൂസ് ആണ്. ഇത്രയും കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻ എഴുതാം. നേരത്തെ പറഞ്ഞ പോലെ പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എടാ മേളിലൊരു പോളിനോമിയലും താഴെയും ഒരു പോളിനോമിയൽ വന്നു കഴിഞ്ഞാൽ, മേളിലും താഴെയും ഒരു പോളിനോമിയൽ വന്നാൽ അതും കണ്ടിന്യൂസ് ആണ്. അതിനെയാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എല്ലാം കണ്ടിന്യൂസ് ആണ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് എല്ലാം ഫംഗ്ഷനാണ്. ഇതെല്ലാം നമ്മൾ എപ്പോൾ പഠിച്ചിട്ടുള്ള ഫംഗ്ഷനാണ്? +1 പഠിച്ചിട്ടുള്ള ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഏതാണ് മോഡുലസ് ഫംഗ്ഷൻ? ഇങ്ങനെയുള്ള ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എന്താണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ? ഏതെങ്കിലും കോൺസ്റ്റന്റ് നേരെയുള്ളൊരു വര. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, അതായത് e⁻⁴ ഇല്ലേ, ഇത് കണ്ടിന്യൂസ് ആണ്. ലോഗരിതമിക് ഫംഗ്ഷൻ ഇല്ലേ, log x ഇല്ലേ, ഇതും കണ്ടിന്യൂസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കണം, ബേസിക് ആയിട്ട്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കടാ, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ f+g കണ്ടിന്യൂസ് ആയിരിക്കും, f-g കണ്ടിന്യൂസ് ആയിരിക്കും, f×g കണ്ടിന്യൂസ് ആയിരിക്കും, f/g കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് കൂടാതെ ഇതിൻ്റെ കോമ്പോസിഷൻസ് ആയ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു F = sin x. ഇത് കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണ്. കാര്യം എന്താ? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അല്ലേ? കാര്യം എന്താടാ? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ.
ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് ജി ഈക്വൽ ടു എക്സ് സ്ക്വയർ, ഇത് കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 3 എന്ന് കൊടുക്കാം. കേട്ടല്ലോ, ഇത് കണ്ടിന്യൂസ് ആണോ? ഇത് കണ്ടിന്യൂസ് ആണ്. കാര്യം എന്താ? ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ. നോക്ക്, ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ എഫ് കണ്ടിന്യൂസ് ആണ്, ജി കണ്ടിന്യൂസ് ആണ്. നമ്മൾ പറഞ്ഞു എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഞാൻ ഇങ്ങനെ എഴുതുവാണ്, സൈൻ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 3 എല്ലാം കൂടി കൂട്ടി വെച്ചു, അല്ല ഇത് രണ്ടും കൂടി കൂട്ടി വെച്ചു. അത് കണ്ടിന്യൂസ് ആണോ? അത് കണ്ടിന്യൂസ് ആണ്. ഇത് കുറച്ചാൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സിൽ നിന്നും എക്സ് സ്ക്വയർ പ്ലസ് 3 കുറച്ചാൽ കണ്ടിന്യൂസ് ആണ്, കുറച്ചാലും കണ്ടിന്യൂസ് ആണ്. അടുത്ത പറഞ്ഞിരിക്കുന്നത് എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ് ആണെന്ന്. അതായത് സൈൻ എക്സും എക്സ് സ്ക്വയർ പ്ലസ് 3യും കൂടി ഇൻറ്റു ചെയ്താൽ കണ്ടിന്യൂസ് ആണ്. സിമ്പിൾ കാര്യം. അടുത്തത് എഫ് ബൈ ജി എന്ന് പറഞ്ഞാൽ സൈൻ എക്സിനെ എക്സ് സ്ക്വയർ പ്ലസ് 3 വെച്ച് ഡിവൈഡ് ചെയ്താൽ കണ്ടിന്യൂസ് ആണ്. ഇത്രേ ഉള്ളൂ. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്, എന്താണ് എഫ് കോമ്പോസിഷൻ ജിയും എന്താണ് ജി കോമ്പോസിഷൻ എഫും എന്ന് പറഞ്ഞാൽ, ഇവിടെ സൈൻ എക്സിൻ്റെ അകത്തേക്ക് നോക്കിക്കട, സൈൻ എക്സിൻ്റെ അകത്തേക്ക് ഈ എക്സിന് പകരം മറ്റേ ഫംഗ്ഷനായ എക്സ് സ്ക്വയർ കയറി കിടക്കുവാണെന്ന് വിചാരിച്ചോ. ഇവിടെ സൈൻ എക്സും എക്സ് സ്ക്വയറും കൂടി ഇൻറ്റു ആണോ ചെയ്തത്? അല്ല. ഡിവൈഡ് ആണോ ചെയ്തത്? അല്ല. കൂട്ടിയാണോ ചെയ്തത്? അല്ല. കുറയ്ക്കുകയാണോ ചെയ്തത്? അല്ല. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് വേറൊരു ഫംഗ്ഷൻ കയറി കിടക്കുവാണ്. അപ്പോൾ അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ തിരിച്ച് എക്സ് സ്ക്വയർ പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തേക്ക് എക്സിന് പകരം സൈൻ കയറി കിടക്കുവാണെന്ന് വിചാരിച്ചോ, സൈൻ എക്സ് സ്ക്വയർ. അതൊന്നുകൂടി നീറ്റാക്കി സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. കേട്ടല്ലോ, ഇതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നിങ്ങളോടൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വന്നിട്ടുള്ള രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഇതേ ടാൻ എക്സ് ബൈ എക്സ് ക്യൂബ് കണ്ടിന്യൂസ് ആണോ? ടാൻ എക്സ് കണ്ടിന്യൂസ്, എക്സ് ക്യൂബും കണ്ടിന്യൂസ്. ടാൻ എക്സ് എന്താ കണ്ടിന്യൂസ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. എക്സ് ക്യൂബ് എന്താ കണ്ടിന്യൂസ്? പോളിനോമിയൽ ഫംഗ്ഷൻ. അപ്പോൾ അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ കണ്ടിന്യൂസ്. ഇനി വേറെ ടാൻ എക്സ് പ്ലസ് സീക്ക് എക്സ്, ഇത് കണ്ടിന്യൂസ് ആണോ? ആണ്. ടാൻ എക്സ് കണ്ടിന്യൂസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. സീക്ക് എക്സ് കണ്ടിന്യൂസ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. രണ്ടും കൂടി കൂട്ടിയാൽ കണ്ടിന്യൂസ്. ഇനി വേറൊരു സാധനമുണ്ട്, ഇതേ നോക്കിയേ, സൈനിൻ്റെ അകത്ത് 5x + 8. അപ്പം നോക്കിയേ, ഇതെന്താണ്? ഇത് നേരത്തെ പറഞ്ഞ കോമ്പോസിഷൻ ആണ് കേട്ടോ, കോമ്പോസിഷൻ എടുത്താലും കണ്ടിന്യൂസ്, ഉള്ളി കയറി കിടന്നാലും കണ്ടിന്യൂസ്. സൈൻ എക്സും കണ്ടിന്യൂസ്, 5x + 8ഉം കണ്ടിന്യൂസ്. സൈൻ എക്സ് ട്രിഗ്നോമെട്രിക്ക്, 5x + 8 പോളിനോമിയൽ, അതുകൊണ്ട് കണ്ടിന്യൂസ്. ഈ മോഡലിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും, ശ്രദ്ധിച്ചോളാം, വളരെ ഇമ്പോർട്ടൻറ്റ്. നോക്കിയേ, ഓൾജിബ്രായിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം, എഫ് പ്ലസ് ജി കണ്ടിന്യൂസ്, എഫ് മൈനസ് ജി കണ്ടിന്യൂസ്, എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ്, എഫ് ഐ ജി കണ്ടിന്യൂസ്, എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കണ്ടിന്യൂസ്. ഇതേ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നോക്ക്, ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. എന്താടാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x - 7. ഇത് കണ്ടിന്യൂസ് ആണോ? നിങ്ങൾ തന്നെ പറ. ഞാൻ പറഞ്ഞു എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. കാര്യം എന്താ? പോളിനോമിയൽ ഫംഗ്ഷൻ. ഇത്ര എഴുതിയാൽ മതി, പോളിനോമിയൽ ഫംഗ്ഷൻ. സിമ്പിൾ. അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്താ നോക്കിയേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈനിൻ്റെ അകത്ത് ടാൻ എക്സ് ഇൻറ്റു ചെയ്തിരിക്കുകയല്ല, ഉള്ളിൽ കയറി കിടക്കുവാണ്. അപ്പോൾ ഈ സാധനം എന്താടാ? കോമ്പോസിഷൻ ആണ്. ഓർത്തോളനെ, കോമ്പോസിഷൻ ആണ്. കേട്ടല്ലോ, സൈൻ ഓഫ് ടാൻ എക്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രണ്ട് ഫംഗ്ഷൻ കാണുന്നില്ലേ? അപ്പോൾ രണ്ടിനെയും എഫ് എന്നും ജി എന്നും അങ്ങോട്ട് വിളിച്ചോളണം, ഓരോന്നിനെയും. എഫിനെ ഞാൻ വിളിക്കുന്നത് ഒന്ന് സൈൻ എക്സ്, ഒരു ഫംഗ്ഷൻ സൈൻ എക്സ്. രണ്ടാമത് അവിടെ കാണുന്നത് ഏതാടാ? ടാൻ എക്സ്. അപ്പോൾ നോക്കിയേ, എഫ് കണ്ടിന്യൂസ് ആണോ? എഫ് ഈസ് കണ്ടിന്യൂസ്. എഫ് കണ്ടിന്യൂസ് ആണ്. റീസൺ എന്താണ്? എഫ് കണ്ടിന്യൂസ് ആകാൻ റീസൺ എന്താണ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അല്ലേ? ജി കണ്ടിന്യൂസ് ആണോ? ജിയും കണ്ടിന്യൂസ് ആണ്. റീസൺ എന്താണ്? ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. സിമ്പിൾ സാധനം. കേട്ടല്ലോ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താണോ വെച്ചേക്കുന്നത്? ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താണോ വെച്ചേക്കുന്നത്? ഇത് രണ്ടും കൂടി എന്താണ്? പ്ലസ് ചെയ്താണോ വെച്ചേക്കുന്നത്? അല്ല, ഉള്ളിൽ കയറി കിടക്കുന്ന കോമ്പോസിഷൻ ആണ്. അപ്പോൾ ഒരു സംശയം, എഫ് കോമ്പോസിഷൻ ജിയും ഉണ്ട്, ജി കോമ്പോസിഷൻ എഫ് ഉണ്ട്, ഏതാണ്? അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ പുറത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കണം. സൈൻ അല്ലേ? അപ്പം സൈനിൽ തുടങ്ങുന്ന കോമ്പോസിഷൻ ആയിരിക്കും അത്. എഫ് ഒ ജി ആയിരിക്കും. സൈൻ ഓഫ് ടാൻ എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. കേട്ടല്ലോ, ഓൾസോ കണ്ടിന്യൂസ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇറ്റ്സ് കോമ്പോസിഷൻ സൈൻ ഓഫ് ടാൻ എക്സ് ഈസ് ഓൾസോ കണ്ടിന്യൂസ്. എഫ് ഒ ജി എഴുതാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. കേട്ടല്ലോ. അടുത്തയിലേക്ക് പോകാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മ വേണം. അതായത് സി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ സിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും സിയുടെ റൈറ്റ് ഹാൻഡ് സൈഡും സിയിലെ ഫംഗ്ഷനും എഫ് ഓഫ് സിയും ഈക്വൽ ആയിരിക്കണം.
സിയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും സിയുടെ റൈറ്റ് ഹാൻഡ് സൈഡും ആ പോയിന്റിൻ്റെ ഫംഗ്ഷനും എഫ് ഓഫ് സിയും ഈക്വൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂസ് ആവുള്ളൂ. സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ്. ഇതേ നോക്കിയേ, ഒരു ബ്രാക്കറ്റ് വെച്ചുള്ള ചോദ്യം എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ബ്രാക്കറ്റ് വെച്ചുള്ള ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. ഇതേ ശ്രദ്ധിച്ചോ, ഫൈൻഡ് ഓൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ്. എവിടെയൊക്കെയാണ് ഡിസ്കണ്ടിന്യൂസ്, അല്ലെങ്കിൽ ഫൈൻഡ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എന്ന് ചോദിക്കാം. അങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കാം. ചെയ്യേണ്ടതെല്ലാം ഒരു പോയില്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എടാ ഇവിടെ വന്നിട്ടുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക. ഇവിടെ 2 അല്ലേ വന്നേക്കുന്ന. അപ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും കണ്ടിന്യൂസ് ആവാതിരിക്കാനുള്ളൊരു ചാൻസ്. 2ലായിരിക്കും കണ്ടിന്യൂസ് ആവാതിരിക്കാനുള്ളൊരു ചാൻസ്. ബാക്കി എല്ലായിടത്തും ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആ 2ൽ മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഏതാണ്, ഇവിടുത്തെ പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. x = 2ൽ മാത്രം. ഇനി അത് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കണം. ഞാൻ 2 എന്ന് പറയുന്ന പോയിന്റ് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് 2ന്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണെന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ 2വിനേക്കാളും ചെറുത്. ഇവിടെ നോക്കിയടാ, x <2 എന്നല്ലേ പറഞ്ഞേക്കുന്ന. x <2 ആണെങ്കിൽ എന്താണ് 2x + 3. അപ്പോൾ ഞാൻ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ 2x + 3 എഴുതി. ഇനി ഇത് നോക്കിയേ, x > 2, 2നേക്കാളും വലുതാണെങ്കിൽ 2x - 3. അപ്പോൾ ഇവിടെ എന്ത് വരുവാടാ, 2x - 3. ഇനി എന്താ വേണ്ടത്, രണ്ടിൽ എന്താണെന്ന് നോക്കുക. രണ്ടിൽ എന്താടാ, 2x + 3. ഇവിടെ ഈക്വൽ ടു വന്നിട്ടുള്ളതാണ് രണ്ടിൽ കൊടുക്കേണ്ടത്. അതെന്താടാ, 2x + 3 തന്നെ. അപ്പോൾ രണ്ടിൽ എന്താണ്, 2x + 3 തന്നെ. ഇത് എഴുതുക. ഇത് എഴുതി കഴിഞ്ഞാൽ ഈ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കാണണം, നമ്മുടെ പോയിന്റ് ഏതാണോ ആ പോയിന്റിലെ ഫംഗ്ഷൻ കാണണം. ഏതൊക്കെയാണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ആ പോയിന്റിലെ ഫംഗ്ഷൻ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമ്പിളാണ്. ലിമിറ്റാണ് കണ്ടുപിടിക്കുന്നത്. x → 2, നമ്മുടെ പോയിന്റ് ഏതാണോ ആ പോയിന്റ് എഴുതുക 2. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, ലെഫ്റ്റാണ് ചോദിച്ചേക്കുന്ന. അപ്പോൾ ആ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണോ അയാൾ എടുത്തെഴുതുക, 2x + 3. ഇനി അടുത്ത റൈറ്റ് ഹാൻഡ് ലിമിറ്റ് x → 2, നമ്മുടെ പോയിന്റ് ഏതാണോ അത് എഴുതുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അപ്പോൾ പോയിന്റിന്റെ റൈറ്റ് സൈഡ് ആരാണോ അയാൾ എടുത്തെഴുതുക. എന്താടാ, 2x - 3. അടുത്തത് f(2) എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ ആരാണോ അയാൾ എഴുതുക. എന്താടാ, 2x + 3. ഇനി വളരെ സിമ്പിള്, x കാണുന്നിടത്തൊക്കെ 2 ഇട്ട് കൊടുക്കുക. നോക്ക്, ഇവിടെ 2x + 3 ആണ്. x കാണുന്നിടത്ത് 2 × 2 + 3 എന്ന് വന്നു. അപ്പോൾ 4 + 3 ആൻസർ എത്ര വന്നു, 7. ഇവിടെയും x കാണുന്നിടത്തൊക്കെ 2x - 3 ആണ്. 2 × 2 - 3, അതായത് 4 - 3 എത്ര വന്നു, 1. ഇവിടെ x കാണുന്നിടത്ത് 2 × 2 + 3, അതായത് 4 + 3, ആൻസർ എത്ര വന്നു, 7. നമ്മൾ പറഞ്ഞു ഇത് 3ഉം ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ്. 3ഉം ഈക്വൽ ആണോ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണോ, അല്ല. അപ്പോൾ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു f(2). ഈക്വൽ അല്ല ഇത് 3ഉം. അതുകൊണ്ട് എന്താണ്, ഫംഗ്ഷൻ f(x) ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഇത്രേ ഉള്ളൂ. 3ഉം ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് k കണ്ടുപിടിക്കാനൊരു ചോദ്യം ഉണ്ടാവും. നോക്കിയേ, ഇതുപോലെ തന്നെ k കണ്ടുപിടിക്കാനൊരു ചോദ്യം ഉണ്ടാവും. നോക്കിയേ, k ആണ് കണ്ടുപിടിക്കേണ്ടത്. k കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വായിച്ചേ, ഗിവൺ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം ആദ്യം. നോക്ക്, ഇവിടെ ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റ് 2 തന്നെയാണ്. ആ 2 ഞാൻ മാർക്ക് ചെയ്തു. 2ന്റെ ലെഫ്റ്റ് സൈഡിൽ ആരാണെന്ന് നോക്കുക. x <2 ആണെങ്കിൽ എന്താണ്, x². x > 2 ആണെങ്കിൽ, 2നേക്കാളും വലുതാണെങ്കിൽ എന്താടാ, 2x + k. 2ലാണെങ്കിൽ എന്താടാ, ഈക്വൽ ടു വന്നിട്ടുള്ളത് എന്താണ്, x² തന്നെ. അതൊന്ന് അങ്ങോട്ട് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ പറഞ്ഞ x = 2ലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ.
അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് പറഞ്ഞത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 ഈ പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ ആരാണെന്ന് നോക്കുക, എക്സ് സ്ക്വയർ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 റൈറ്റ് സൈഡിൽ ആരാണെന്ന് നോക്കുക, ആരാടാ? 2x പ്ലസ് കെ. ഇത്രേ ഉള്ളൂ. ഇനി എന്താണ്? എക്സ് കാണുന്നിടത്തൊക്കെ ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ 2x പ്ലസ് കെ ഉണ്ട്. എക്സ് കാണുന്നിടത്തൊക്കെ 2 ഇട്ട് കൊടുക്കുക. 2 സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു 2 പ്ലസ് കെ. അപ്പോൾ 2 സ്ക്വയർ 4 ആണ്, ഈക്വൽ ടു 4 പ്ലസ് കെ കിട്ടി. കെ കണ്ടുപിടിക്കാൻ കെ മാത്രം ഇവിടെ നിർത്തി, ബാക്കിയെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 4 മൈനസ് 4 ആവും, ഈക്വൽ ടു കെ. ഇപ്പോൾ 4 മൈനസ് 4 0 ആണ്, 0 ഈക്വൽ ടു കെ. കെ ഈക്വൽ ടു 0 എന്ന് കിട്ടി. വളരെ സിമ്പിളാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഒരു എളുപ്പവഴി കൂടിയുണ്ട്. ഇവിടെ 2 സാധനങ്ങളല്ലേ, ഈ ഫംഗ്ഷനിൽ 2 ഫംഗ്ഷനുകളല്ലേ തന്നേക്കുന്ന? ഏതാണ്? എക്സ് സ്ക്വയറും 2x പ്ലസ് കെയും. അത് രണ്ടും കൂടി എടുത്ത് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പോയിന്റ് ഏതാണെന്ന് നോക്കുക, 2 അല്ലേ, അതവിടെ ഇട്ട് കൊടുക്കുക. 2 സ്ക്വയർ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 പ്ലസ് കെ. ഇപ്പോൾ എന്താടാ? 4 ഈക്വൽ ടു 4 പ്ലസ് കെ. 4 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 4 മൈനസ് 4 ഈക്വൽ ടു കെ. അപ്പോൾ 0 ഈക്വൽ ടു കെ. ഇങ്ങനെയും വളരെ സിമ്പിളായിട്ടും കണ്ടുപിടിക്കാം. കേട്ടല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ രീതിയിൽ അങ്ങോട്ട് കണ്ടുപിടിക്കാം. ഇത്രേ ഉള്ളൂ കണ്ടിന്യൂറ്റി. ഇനി ഡിഫറൻഷ്യബിലിറ്റി ശ്രദ്ധിച്ചു. അപ്പോൾ അടുത്ത നമ്മൾ ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് കിടക്കുവാണ്. ഡിഫറൻഷ്യബിലിറ്റി ആദ്യം ഗ്രാഫ് ഉപയോഗിച്ച് എങ്ങനെ പറയണമെന്ന് പറയട്ടെ. ഒരു ഗ്രാഫ് തന്നിട്ട് ഇത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നോക്കേണ്ടത് അവിടെ ഷാർപ്പ് എഡ്ജുകൾ ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ കൂർത്ത അഗ്രങ്ങളുണ്ടോ നോക്കുക. കൂർത്ത അഗ്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യബിൾ ആവൂല. ഇവിടെ ഒരു കൂർത്ത അഗ്രം വരുന്നുണ്ട്, ഡിഫറൻഷ്യബിൾ അല്ല. ഇവിടെയും വരുന്നുണ്ട്, ഡിഫറൻഷ്യബിൾ അല്ല. കേട്ടല്ലോ? ഇത് നോക്കിയേ, ഇതിനും കൂർത്ത അഗ്രം ഉണ്ട്, ഡിഫറൻഷ്യബിൾ ആണോ? അല്ല. അപ്പൊ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂർത്ത അഗ്രം വരുന്നുണ്ടോ നോക്കുക. ഇത് ഡിഫറൻഷ്യബിൾ ആണോ? ആണ്. കൂർത്ത അഗ്രം വരുന്നില്ല, ഒരു സ്ലോപ്പ് പോലെ അങ്ങോട്ട് പോകും അല്ലേ? അപ്പൊ കൂർത്ത അഗ്രം വന്നാൽ ഡിഫറൻഷ്യബിൾ അല്ല. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കടക്കുവാണ്. നമുക്ക് ഈ ഡെറിവേറ്റീവ്സ് പഠിക്കണമെങ്കിൽ, ഡിഫറൻസിയേഷൻ പഠിക്കണമെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയണം. സൈനിൻ്റെത് 1 ആണ്, കോൺസ്റ്റന്റിന്റെ 0 ആണ്, x റൈസ് ടു n, nx റൈസ് ടു n മൈനസ് 1, റൂട്ട് എക്സ് 1/2 റൂട്ട് എക്സ്, 1/x മൈനസ് 1/x സ്ക്വയർ, ഇ റൈസ് ടു എക്സ്, ലോഗ് എക്സ് 1/x. ഇത് ഇമ്പോർട്ടൻറ്റ്. എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ്. 1 മാർക്കിനൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ചോദ്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ സൈനിന്റെ കോസ് എക്സ്, കോസിന്റെ മൈനസ് സൈൻ എക്സ്, ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ്, കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്, സീക്ക് എക്സ് ടാൻ എക്സ്, കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. അത് ഇനി എന്താ ഉള്ളത്? ഇനി ഇൻവേഴ്സിന്റെ സൈനും കോസും 1/√(1 - x സ്ക്വയറും അതിന്റെ മൈനസും, ടാനും കോട്ടും 1/1 + x സ്ക്വയറും അതിന്റെ മൈനസും, സീക്കും കൊസീക്കും 1/(x√(x സ്ക്വയർ - 1) അതിന്റെ മൈനസും. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ നമുക്ക് ഈ ചാപ്റ്റർ മനസ്സിലാവേ പോലുമില്ല. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കടക്കുവാണ്. ഇതിൻ്റെ അകത്തേക്ക് കടക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിഞ്ഞ തവണ പഠിച്ച പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും അറിഞ്ഞിരിക്കണം. എന്താണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ഫംഗ്ഷനുകൾ ഇൻഡ്യൂ ചെയ്തിരിക്കുകയാണ്, അത് പ്രൊഡക്റ്റ് റൂൾ വെച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് പ്രൊഡക്റ്റ് റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണോ അത് അതുപോലെ തന്നെ എഴുതുക, സെക്കൻഡ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണോ അത് അതുപോലെ തന്നെ എടുക്കുക, ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇനി 2 ഫംഗ്ഷനുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ താഴത്തെ ഫംഗ്ഷൻ ആദ്യം എഴുതുക, മേളത്തതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, മൈനസ് മേളത്തെ ഫംഗ്ഷൻ അത് കഴിഞ്ഞ് എടുക്കുക, താഴത്തതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. കഴിഞ്ഞിട്ടില്ല, താഴത്തെ ഫംഗ്ഷന്റെ സ്ക്വയർ എടുക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, f(x) = sin of x സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ കയറി കിടക്കുവാണ്, അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇവിടെ കാണുന്ന 2 ഫംഗ്ഷനുകൾ ഏതൊക്കെയാണെന്ന് എഴുതണം. ഞാൻ sin x കാണുന്നുണ്ട്, എക്സ് സ്ക്വയറും കാണുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഡെറിവേറ്റീവ് നമുക്ക് വേണം. അപ്പോൾ sin എക്സിന്റെ ഡെറിവേറ്റീവ് എന്താടാ? cos എക്സ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താടാ? 2x. ഇനി ചെയ്യുന്ന വളരെ എളുപ്പമാണ്. f'(x) = ഡെറിവേറ്റീവ് ആയി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുക. ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങൾ കാണുന്നതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് അങ്ങോട്ട് പോവുക. നോക്കിയേ, ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ sin x കണ്ടു. sin എക്സിന്റെ ഡെറിവേറ്റീവ് cos x. sin yയുടെ ആണെങ്കിൽ
കോസ് വൈ. സൈൻ ഇസഡിൻ്റെ ആണെങ്കിൽ കോസ് ഇസഡ്, സൈൻ പിയുടെ ആണെങ്കിൽ കോസ് പി. ഇവിടെ സൈൻ എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ കോസ് എന്താടാ ഈ എക്സ് സ്ക്വയർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കയറി സൈൻ വരെ ആയുള്ളൂ, വീണ്ടും ഞാൻ ഉള്ളിലേക്ക് കയറി, അപ്പോൾ ഞാനൊരു എക്സ് സ്ക്വയർ കണ്ടു. ഈ എക്സ് സ്ക്വയറിന് എന്താടാ 2x, അത് ഇൻറ്റു ചെയ്തോളണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്ന് നീറ്റായിട്ട് എഴുതിയാൽ ഇതെടുത്ത് ആദ്യം എഴുതി 2x കോസ് എക്സ് സ്ക്വയർ എന്നെഴുതാം, ഇത്രേ ഉള്ളൂ. ഇതേ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഓഫ് സൈൻ എക്സ്. നോക്കടാ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ഏതാണ്, കോസ് ഓഫ് സൈൻ എക്സ്, കോസ് ഓഫ് സൈൻ എക്സ്. അപ്പോൾ ആൻസർ എന്ത് തോന്നുന്നു, രണ്ട് ഫംഗ്ഷനുകൾ കാണാം. എന്താണ്, കോസ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കാണാം, പിന്നെ സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാം. കോസ് എക്സിൻ്റെ എന്താടാ മൈനസ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ എന്താടാ കോസ് എക്സ്. അപ്പോൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ഞാൻ ഉള്ളിലേക്ക് കയറിയപ്പോൾ കോസ് കണ്ടു. നോക്ക്, കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ്, കോസ് വൈയുടേത് മൈനസ് സൈൻ വൈ, കോസ് പിയുടേത് മൈനസ് സൈൻ പി, കോസ് ഈ സാധനത്തിൻ്റെത് മൈനസ് സൈൻ ഈ സാധനം, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്ക്, മൈനസ് സൈൻ ഈ സാധനം, ഈ സാധനം എന്താണ് സൈൻ എക്സ്. ഞാൻ വീണ്ടും ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു സൈൻ എക്സ് കണ്ടു, സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് ഇൻറ്റു കോസ് എക്സ്. സിമ്പിൾ പരിപാടി. ഇതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. സിമ്പിൾ അല്ലേ? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളതിൻ്റെ കൂടെ ഇപ്പോൾ 2x പ്ലസ് 3x സ്ക്വയർ പ്ലസ് ടാൻ വൈ ഈക്വൽ ടു 5. അതായത് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ട സാധനത്തിൻ്റെ കൂടെ ഒരു y ഒക്കെ കൂടി ഉണ്ടാവും. എക്സ് സ്ക്വയർ എക്സുകളുടെ ടേം മാത്രമല്ല, ഒരു y ഒക്കെ കൂടി ഉണ്ടാവും. വൈയുടെ ഡെറിവേറ്റീവ് ആണെങ്കിൽ, y ഉണ്ടെങ്കിൽ വൈയുടെ ഡെറിവേറ്റീവ് നിങ്ങൾ പഴയതുപോലെ എടുക്കുക, വൈയുടെ ഡെറിവേറ്റീവ് നിങ്ങൾ പഴയതുപോലെ എടുക്കുക. പക്ഷേ അതിൻ്റെ കൂടെ dy ബൈ ഡി എക്സ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. എവിടെ നമ്മൾ വൈയുടെ ഡെറിവേറ്റീവ് എടുത്താലും അവിടെ dy ബൈ ഡി എക്സ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, അത്രേ ഉള്ളൂ. ഇതേ നോക്ക്, 2xൻ്റെ ഡെറിവേറ്റീവ് നോക്കിയേ, 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, അത് രണ്ടും എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിരുന്നു, അപ്പോൾ പ്രശ്നമില്ല. അടുത്ത ടാൻ വൈയുടെ ഡെറിവേറ്റീവ് വേണം. ടാൻ വൈ എങ്ങനെ എടുക്കും, കാരണം ടാൻ എക്സ് നമ്മൾ എങ്ങനെ എടുക്കും, ടാൻ എക്സിൻ്റെ എന്താടാ സീക്ക് സ്ക്വയർ എക്സ്, അപ്പോൾ ടാൻ വൈയുടെ എന്താണ് സീക്ക് സ്ക്വയർ വൈ. പക്ഷേ വൈയുടെ ഡെറിവേറ്റീവ് എടുത്ത കാരണം അവിടെ dy ബൈ ഡി എക്സ് മൾട്ടിപ്ലൈ ചെയ്തോളണം, അത്രേ ഉള്ളൂ. ഈക്വൽ ടു 5 കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0. ഇനി ചെയ്യേണ്ടത് dy ബൈ ഡി എക്സ് ഉള്ള സാധനം മാത്രമേ ഇവിടെ നിർത്തുക, ബാക്കിയുള്ളതെല്ലാം പെറുക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒന്ന് നീറ്റായിട്ട് എഴുതിയിട്ട് കൊണ്ടുപോകാം. 2 ഇൻറ്റു 1 2 ആണ്, 3 ഇൻറ്റു 2 എന്താടാ 6x ആണ്, പ്ലസ് എന്താണ് സീക്ക് സ്ക്വയർ വൈ dy ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഇതിവിടെ നിർത്തി ബാക്കിയുള്ളതെല്ലാം പെറുക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ സീക്ക് സ്ക്വയർ വൈ dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ -2, ഈ 6x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -6x. ഇനി ഇവിടെ dy ബൈ ഡി എക്സ് വെക്കുക, ഈക്വൽ ടു എന്ത് ചെയ്യുക, ഈ സീക്ക് സ്ക്വയർ വൈ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്തോളണം. എന്താണ് സീക്ക് സ്ക്വയർ വൈ, ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്തേക്കെ, 2x പ്ലസ് 3y ഈക്വൽ ടു സൈൻ വൈ. നോക്ക്, 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് വേണം, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 3 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് വേണം, വൈയുടെ ഡെറിവേറ്റീവ് എക്സിൻ്റെ എടുക്കുന്ന പോലെ, എക്സിൻ്റെ 1 ആണ്, അപ്പോൾ വൈയുടെ എന്താണ് 1. പക്ഷേ വൈയുടെ ഡെറിവേറ്റീവ് എടുത്തു, അവിടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, dy ബൈ ഡി എക്സ് മൾട്ടിപ്ലൈ ചെയ്യണം. ഈക്വൽ ടു സൈൻ വൈ വേണം, സൈൻ വൈയുടെ സൈൻ എക്സ് എടുക്കുന്ന പോലെ, സൈൻ എക്സ് എന്താണ് കോസ് എക്സ്, അപ്പോൾ സൈൻ വൈ എന്താടാ കോസ് വൈ. പക്ഷേ വൈയുടെ ഡെറിവേറ്റീവ് എടുത്തു, അവിടെ dy ബൈ ഡി എക്സ് ഇൻറ്റു ചെയ്യണം. സിമ്പിൾ. ഇനി എന്ത് ചെയ്യുക, ഒന്ന് നീറ്റ് ആക്കാം. 2 ഇൻറ്റു 1 2, 3 dy ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് വൈ dy ബൈ ഡി എക്സ്. ഇനി എന്ത് ചെയ്യുക, dy ബൈ ഡി എക്സ് ഒക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, നമ്പർ എല്ലാം പെറുക്കി അപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇത് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഈ 2 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഒരു 3 dy ബൈ ഡി എക്സ് ഉണ്ട്. ഈ കോസ് വൈ dy ബൈ ഡി എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് കോസ് വൈ dy ബൈ ഡി എക്സ് ഈക്വൽ ടു, ഈ 2 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, -2 ആവും, -2 ആവും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക, dy ബൈ ഡി എക്സ് ഇവിടുന്ന് കോമൺ എടുക്കുക. ഞാൻ dy ബൈ ഡി എക്സ് കോമൺ എടുക്കുവാണ്. ഇവിടുന്ന് dy ബൈ ഡി എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് 3 മൈനസ്
ഇവിടുന്ന് dy ബൈ ഡി എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് കോസ് വൈ ഈക്വൽ ടു അപ്പുറത്താരണ്ടാ -2 അല്ലേ -2. നമുക്ക് dy ബൈ ഡി എക്സ് കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുവാണ്, ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. 3 - cos y. സിമ്പിൾ അല്ലേ? ഇതാണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ y ഉള്ള സാധനങ്ങൾ. അടുത്തത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ പഠിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. അതാണ് പറയാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളേ. എടാ, അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പഠിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും കുറച്ച് ഇക്വേഷൻസ് പഠിക്കണം. അതാണിത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് sin 2x-ന്റെ 2 ഇക്വേഷൻസ്, cos 2x-ന്റെ 4 ഇക്വേഷൻസ്, പിന്നെ tan 2x-ന്റെ ഒരെണ്ണം, പിന്നെ sin 3x-ന്റെ cos 3x-ന്റെ tan 3x-ന്റെ. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടല്ലോ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ചോദ്യം വന്നിട്ടുള്ളത് നോക്കിയേ, y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എന്താണ് 2x/1 + x². കേട്ടല്ലോ, 2x/1 + x². അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ മോഡലിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാണെന്ന് നോക്കണം. നമ്മൾ എന്താണ് ഇവിടെ വന്നേക്കുന്നത് 2x/1 + x². എടാ, ഈ എക്സിന് പകരം ടാൻ വന്നാൽ നോക്കിയേ 2 tan x/1 + tan square x. ഇത് ഏതിൻ്റെ ഇക്വേഷനാടാ? ദേ കിടക്കുന്നു 2 tan x/1 + tan square x. ആരുടെ ഇക്വേഷനാണ്? sin 2x-ന്റെ ഇക്വേഷനാണ്. അങ്ങനെ നോക്കിയെടുക്കാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്ക്, അപ്പോൾ 2 tan x/1 + tan square x എന്ന് പറഞ്ഞാൽ sin 2x-ന്റെ ഇക്വേഷനാണ്. അപ്പോൾ എക്സിന് പകരം ഇവിടെ എന്ത് വന്നാൽ മതിടാ? tan x വന്നാൽ മതി. പക്ഷേ tan x എന്നിട്ടാൽ കൺഫ്യൂഷൻ ആയിപ്പോൾ, അതുകൊണ്ട് tan θ എന്നിട്ടു, അല്ലെങ്കിൽ എല്ലാം x ആയിട്ട് വരും. അപ്പോൾ നോക്ക്, y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എന്താടാ 2 tan θ/1 + tan square θ. അപ്പോൾ ഇവിടെ നോക്ക്, സൈൻ ഇൻവേഴ്സ് 2 tan θ/1 + tan square θ എന്നാ പറഞ്ഞേക്കുന്നത്. sin 2x എന്ന് പറഞ്ഞാൽ 2 tan x/1 + tan square x ആണ്. അപ്പോൾ θ വന്നാൽ അതെന്താവും? sin 2θ ആകും. സൈൻ ഇൻവേഴ്സും സൈനും വന്നാൽ അത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 2θ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 2 × θ നമ്മൾ ഇട്ട് കൊടുത്താണ്. അപ്പോൾ θ ഇവിടുന്ന് കണ്ടുപിടിക്കണം. ഈ ടാൻ ഇപ്പുറത്തേക്ക് വരിക. അപ്പോൾ എന്താ കൂടാ? tan ഇൻവേഴ്സ് x എന്നാവും ഈക്വൽ ടു θ. അപ്പോൾ θയുടെ വാല്യൂ എന്താടാ? tan ഇൻവേഴ്സ് x. ഇതാണ് y. ഇനി ഇത് ഇവിടുന്ന് ഡയറക്റ്റ് dy കണ്ടുപിടിക്കാം. നോക്ക്, dy ബൈ ഡി എക്സ് ഈക്വൽ ടു 2 കോൺസ്റ്റന്റ് ആണ്. 2 tan ഇൻവേഴ്സ് എക്സിൻ്റെ വേണം. tan ഇൻവേഴ്സ് എക്സിൻ്റെ എന്താണ്? 1/1 + x². അപ്പോൾ ഒന്ന് നീറ്റായിട്ട് 2/1 + x² എന്ന് ആൻസർ എഴുതാം. സിമ്പിൾ കേട്ടല്ലോ. അപ്പോൾ അടുത്ത മോഡൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ഇത് ഓർക്കേണ്ട കാര്യം, ഒരു ഫംഗ്ഷൻ്റെ മേളിൽ പവറായിട്ട് വേറൊരു ഫംഗ്ഷൻ വന്നാൽ, ഇപ്പോൾ x⁻sin x, cos x⁻sin x ഇങ്ങനെയൊക്കെ വന്നാലാണ് നമ്മൾ ലോഗ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. അതാണ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടത്. അതായത് ഇപ്പോൾ ലോഗ് a⁻b ഉണ്ടെങ്കിൽ, അതായത് a⁻b ഒരു പവറിൻ്റെ പുറത്തേക്ക് ലോഗ് അപ്ലൈ ചെയ്താൽ ഇത് ഈ പവർ ഇറക്കി ആദ്യം കൊണ്ടുവരും b, ബാക്കിയുള്ളത് എഴുതിക്കൊള്ളണം b log a. അപ്പോൾ നോക്കിയേ, ലോഗ് x² എന്തായിരിക്കും ഇവിടെ? ഈ 2 ഇറക്കി ആദ്യം കൊണ്ടുവരും 2 log x. അതൊന്ന് ഓർത്തേച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് x⁻sin x. നോക്കിയേ, ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് വേറൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ y ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതുക. അപ്പോൾ x⁻ എന്ത് വന്നടാ? sin x. ഇനി ഓർത്തിരിക്കേണ്ട കാര്യം, ലോഗ് അപ്ലൈ ചെയ്യണം. എന്താണ്? അപ്ലൈ ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്ലൈ ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം? ലോഗ് y ഇപ്പുറത്തെ സൈഡിലും അപ്ലൈ ചെയ്യണം, അപ്പുറത്തെ സൈഡിലും അപ്ലൈ ചെയ്യണം. ഇപ്പോൾ എന്താണ്? ലോഗ് x⁻sin x. ഇനി നോക്കിയേ, ലോഗ് y അതുപോലെ തന്നെ ഇതിന് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, ഇതിന് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ലോഗ് x⁻sin x മറ്റേ പവറാണ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു എന്താടാ? ലോഗ് a⁻b ആണെങ്കിൽ ഈ b ഇറങ്ങി താഴത്ത് വരും എന്താടാ? b log a. കേട്ടല്ലോ. അപ്പോൾ ആൻസർ എന്ത് തോന്നുന്നു? ഇതിറങ്ങി ആദ്യം വരുമ്പോൾ എന്താണ്? sin x × log x. ഓക്കെ അല്ലേ? ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് എടുക്കുന്ന പോലെ. ലോഗ് എക്സ് എത്രയാണ്? 1/x. ലോഗ് വൈ എത്രയാണ്? 1/y. വൈയുടെ ഡെറിവേറ്റീവ് എപ്പോൾ എടുത്താലും അവിടെ dy/dx ഇൻറ്റു ചെയ്തോളണം, വിച്ച് ഈസ് ഈക്വൽ ടു sin x × log x. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്താണ് പ്രൊഡക്റ്റ് റൂൾ? യുവും വിയും ആണെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു sin x ഇൻറ്റു
ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് എക്സ് ആണ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് കോസ് എക്സ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നോക്ക് 1/y dy/dx എന്ന് ഇപ്പുറത്തുണ്ട് അല്ലേ, 1/y dy/dx ഇപ്പുറത്തുണ്ട് ഈക്വൽ ടു ഇതൊന്ന് നീറ്റ് ആക്കാം സൈൻ എക്സ് ഇൻറ്റു 1/x എന്ന് പറയുമ്പോൾ അതെന്ത് വരും ഇവിടെ സൈന് എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ് അതുപോലെ തന്നെ പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇനി dy/dx കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം, ഈ y അപ്പുറത്തേക്ക് പോട്ടെ, ഈ y ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യണം ഇതിനെ അല്ലെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ സൈൻ എക്സ് ബൈ എക്സ് ഉണ്ട് പ്ലസ് ലോഗ് എക്സ് കോസ് എക്സ് ഉണ്ട്. ഇതിനെന്ത് ചെയ്യണം, ഈ 1/y അപ്പുറത്ത് കൊണ്ടുപോയി ഇൻറ്റു ചെയ്യണം y. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഈ വൈക്ക് പകരം y നമ്മൾ ഇട്ട് കൊടുത്താണ് എക്സ് റൈസ് ടു സൈൻ എക്സ്, അതുകൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തേക്കുക. അപ്പോൾ സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു എന്താണ് വൈക്ക് പകരം എക്സ് റൈസ് ടു സൈൻ എക്സ്. സിമ്പിൾ. അപ്പോൾ അടുത്തത് ഒരു എണ്ണം കൂടിയുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഡെറിവേറ്റീവ് ഓഫ് പാരാമെട്രിക് ഫംഗ്ഷൻ. പാരാമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ചെയ്തത് എക്സും വൈയും വെച്ചുള്ള ഡെറിവേറ്റീവ്സ് അല്ലേ, അതിൻ്റെ കൂടെ വേറൊരു പാരാമീറ്റർ കൂടി കയറി വരും. ഒന്നെങ്കിൽ ടി വെച്ച് ചോദിക്കാം അല്ലെങ്കിൽ തീറ്റ വെച്ച് ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോ, ദേ ഇഫ് എക്സ് ഈക്വൽ ടു 2at², എന്താണ് എക്സ് ഈക്വൽ ടു 2at², അതുപോലെ y ഈക്വൽ ടു at⁴. ഇങ്ങനെ എക്സിലും വൈയിലും ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എക്സ് എന്തിനാണോ തന്നിരിക്കുന്നത് അതിനെ അത് വെച്ച് തന്നെ ഫംഗ്ഷൻ ഏതാണ് ടീയിലല്ലേ, അപ്പോൾ dx/dt കണ്ടുപിടിക്കണം. ഇപ്പോൾ തീറ്റയിലായിരുന്നെങ്കിൽ dx/dθ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എക്സ് എടുക്കുന്ന പോലെ അങ്ങോട്ട് എടുത്താൽ മതി. 2a കോൺസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ വെച്ചു. ഇനി എന്താണ് t² x² എടുക്കുന്ന പോലെ എടുക്കണം. x² 2x അല്ലേ, അപ്പോൾ t² എന്താടാ 2t. അപ്പോൾ നോക്ക് 2aയും 2tയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 2a 2 × 2 എത്രയാടാ 4at. സിമ്പിൾ. അടുത്തത് y ഈക്വൽ ടു 4at⁴ എന്ന് പറയുമ്പോൾ dy/ എന്താ കണ്ടുപിടിക്കേണ്ടത് dt തന്നെ, വിച്ച് ഈസ് ഈക്വൽ ടു a കോൺസ്റ്റൻ്റ് ആണ്, t⁴ x⁴ കണ്ടുപിടിക്കുന്ന പോലെ കണ്ടുപിടിക്കണം. ഈ 4 ഇറങ്ങി താഴത്ത് വരും, x⁻1 കുറച്ച് മേലെ എഴുതണം. അപ്പോൾ എന്ത് വരും ഇവിടെ 4x³. അപ്പോൾ എന്ത് കിട്ടും a × 4x³ വിച്ച് ഈസ് ഈക്വൽ ടു 4a × a x അല്ലല്ലോ, ഇവിടെ എന്താണ് t അല്ലേ, ശ്രദ്ധിക്ക് ഇവിടെ 4 × t³. അപ്പോൾ എന്ത് കിട്ടും 4 ആദ്യം എഴുതാം 4t³ എന്ന് ആൻസർ വരും. ഇപ്പോൾ dy/dtയും dx/dtയും കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് dy/dx ആണ്. അപ്പോൾ dy/dx ഈക്വൽ ടു ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമ്മുടെ കയ്യിലുള്ള dx/dtയും dy/dt ആണ്. അപ്പോൾ നമ്മൾ dy/dt മേളിൽ എഴുതും, ഡിവൈഡഡ് ബൈ dx/dt താഴെ എഴുതും. ഇപ്പോൾ നോക്ക് ഡിറ്റിയും ഡിറ്റിയും ക്യാൻസൽ ആയിപ്പോയി dy/dx കിട്ടൂലേ, അത്ര ഉള്ളടാ. ഇനി dy/dt എന്താണ് 4t³, dx/dt എന്താണ് 4at. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്തോ, 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ t³ ഒരെണ്ണം ഒരു ടിയും കൂടി ക്യാൻസൽ ചെയ്യാം, അപ്പോൾ t². അപ്പോൾ മേളിൽ t²/a. സിമ്പിൾ സിമ്പിൾ. ലാസ്റ്റ് മോഡൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ. ഇപ്പം നോക്കിയേ y ഈക്വൽ ടു x² + 5x + 8. എനിക്ക് ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താടാ dy/dx ഈക്വൽ ടു x² ഡെറിവേറ്റീവ് എന്ത് വരും ഇവിടെ 2x പ്ലസ് 5x ഡെറിവേറ്റീവ് വരും എന്ത് വരും 5 × x ഡെറിവേറ്റീവ് 1 പ്ലസ് 8 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. അപ്പോൾ എന്ത് വന്നടാ 2x + 5 എന്ന് വന്നു. ഇതിന് ഞാൻ ഒരു തവണ കൂടി ഡെറിവേറ്റീവ് എടുക്കുവാണേ, നോക്കിയേ 2x + 5 ഒരു തവണ കൂടി ഡെറിവേറ്റീവ് എടുക്കുവാണ്. അപ്പോൾ 2 × x ഡെറിവേറ്റീവ് എന്താണ് 1 പ്ലസ് 5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് 0. അപ്പോൾ ഒരു തവണ കൂടി ഡെറിവേറ്റീവ് എടുത്തുകൊണ്ട് ഇത് വീണ്ടും dy/dx ആണോ ആണോ അല്ല, ഒരു തവണ കൂടി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിനെ പറയുന്ന പേര് d²y/dx² ആണ്. അതിനെയാണ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 2 × 1 എത്രയാണ് 2 + 0 എത്രയാണ് 2. ഇങ്ങനെ ഒരു തവണ കൂടി ഡെറിവേറ്റീവ് എടുക്കുന്നതിനാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടി കഴിഞ്ഞാൽ ഈ പോർഷൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്ത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി.